ഹായ് ആൾ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതേ നമ്മുടെ നോമ്പ് ഒക്കെ വന്നു. അപ്പം നനച്ചുള്ളി പണിയൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ പണി ഏതുവരെയായി, പിന്നെ ക്ലീനിങ് ഏതുവരെയായി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇത്ര ദിവസം എന്തൊക്കെയായിരുന്നു പരിപാടികൾ, വീഡിയോ ഒന്നും ഇടാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്തിയിട്ടാണ് ഒരു വീഡിയോ ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നോമ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും നമുക്ക് നോമ്പ് സമയത്ത് ഇടണ്ട. ആ സമയത്ത് റംസാൻ്റെ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ റെസിപ്പീസൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. നമ്മുടെ കൂടെ എത്താത്തുണ്ടല്ലോ. അപ്പോൾ എത്താത്ത പെട്ടെന്നൊരു ദിവസം ഉണ്ട്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അരിപ്പൊടി കൊണ്ട് കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് നോമ്പിനൊക്കെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് എന്നുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മൾ പത്തിരി പൊടിയില്ലേ, അതിൽ പത്തിരി ഉണ്ടാക്കുന്ന പോലെ കുഴച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് സാധാരണ ഇത് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഇത്തപ്പോൾ അത് എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എണ്ണയിലിട്ട് ഈ സംഭവം പൊരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അല്ലാതെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ശരി, ഏതായാലും എങ്ങനെ ഉണ്ടാവും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ കൂടെ എടുത്തതാണ് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ സംഭവം തേങ്ങയും പഞ്ചസാരയും അരിപ്പൊടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ, പത്തിരി ഉണ്ടാക്കിയ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സ്നാക്കാക്കിയിട്ട് നോമ്പ് തുറക്കാനൊക്കെ വെക്കാം. പക്ഷേ എണ്ണയിലിട്ട് പൊരിക്കുന്നതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് മറ്റേതിനേക്കാളും കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബാച്ച് എണ്ണയിലിട്ട് പൊരിക്കുകയും ചെയ്തു, ഇനി ഒരു ബാച്ച് ഇതുപോലെ ആവിയിലിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ പഞ്ചസാരനേക്കാളും നല്ലത് നമുക്ക് ജാഗരി, വെല്ലം അതുപോലെയുള്ള സംഭവമാണ് കേട്ടോ, വൈറ്റ് ഷുഗറിനേക്കാളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ട് ഇതാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് എണ്ണയിലിട്ട് പൊരിക്കാൻ ഇതുപോലെ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി വേറെ ഒരെണ്ണം എനിക്ക് മാത്രമായിട്ട് ഫസ്റ്റ് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ടേസ്റ്റ് നോക്കാനും വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലും മുറ്റമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോ ദിവസവും പണിക്കാർ വരും, അത് ക്ലീൻ ആക്കിയിട്ട് ഇൻ്റർലോക്കോ അതുപോലെ എന്തെങ്കിലും ചെയ്യാം, ബാംഗ്ലൂർ സ്റ്റോണില്ലേ അതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കല്ലാതെ സംഭവം നടക്കുന്ന യാതൊരു വഴിയുമില്ല. ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ളായിട്ട് അത് കാണിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. മുട്ട ഇങ്ങനെ കോഴി കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കലാണ് കേട്ടോ പരിപാടി. അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇൻക്യുബേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്കും അതുപോലെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മൂഡ് ഓഫ് സ്ട്രെസ്സും വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ പണികൾ ചെയ്യാന്നുള്ളൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രിക്കിലേക്ക് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ വിചാരിക്കും ചൂലും ബെൽറ്റും എന്താണ് ഒരു കയ്യിൽ എന്നുള്ളത്. കുട്ടികളെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് ബെൽറ്റ് എടുത്തവരെ മൊബൈലും ടാബും നോക്കിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് എടുത്ത് കൈ പിടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ ഇറങ്ങിയിട്ട് ഞാൻ ഒറ്റ മൈൻഡിൽ തീരുമാനിച്ചു മുറ്റം ക്ലീൻ ആക്കാം. ഇനി പണിക്കാർ വന്നാലും വന്നില്ലെങ്കിലും അത് നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആരെങ്കിലും ക്ലീൻ ആക്കാനുള്ള പണിക്കാരനെ വിട്ടുകഴിഞ്ഞാൽ മിക്കവാറും 2 ദിവസം എടുക്കുന്ന പണിയുണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഏതെങ്കിലും വീഡിയോയിൽ ഇടാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തത്. ഇവിടെ മൊത്തം ഈ നമ്മൾ കിളിക്കുള്ളി ഉണ്ടാക്കിയതിൻ്റെയും ബാക്കി പണികൾ ചെയ്തതിൻ്റെയും ഒക്കെ കുറേ മെറ്റൽ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുട്ടികളെ പുറത്തേക്ക് ഓടാൻ നല്ല പേടിയാണ് കേട്ടോ. ഇനി കാലിൽ എന്തെങ്കിലും കുത്തിയിട്ട് വന്നിട്ട് അതിൻ്റെ പുറകെ ഓടാൻ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വയ്യ, പിന്നെ ടെൻഷൻ വേറെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തായാലും മക്കളെ കുറച്ച് സമാധാനത്തോടെ പുറത്തേക്കൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ മുറ്റം ക്ലീൻ ആക്കിയാലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഹയാൻകുട്ടൻ
ഒന്നോ ടി വിയിൽ അല്ലെങ്കിൽ ടാബിലായിരിക്കും കളി. അപ്പോൾ അവൻ്റെ കണ്ണിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഒന്ന് പുറത്തേക്ക് വാടാ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അവൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കും ഞാൻ പോട്ടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ സെൻഡ് അടിക്കും. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയില്ലേ, റേനക്കുട്ടി ഉണ്ടെങ്കിൽ എന്നെ പണിയൊന്നും ചെയ്യാൻ വിടൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. റേനക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് ട്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ നല്ല ബിസി ആയിരിക്കും. എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ റേനക്കുട്ടി. അവിടെ എൻ്റെ കസിൻ്റെ മോള് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പോയിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിക്കുന്നത് അവൾക്ക് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി. അങ്ങനെ റേനക്കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ മെറ്റലൊക്കെ വേറൊരു ഭാഗത്ത് കൊണ്ടിട്ടു. പിന്നെ ഈ ചപ്പ് ചോറുകളെല്ലാം കൂടെ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലൈറ്ററാണ്, ആർക്കെങ്കിലും ലൈറ്റർ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹയാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ ചപ്പൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ സ്ക്രീനിലൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ അറിയാലോ വീട്ടിലിടുന്ന ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ചുച്ചുക്കുട്ടി കുറേ പറഞ്ഞു അമ്മീ ഷൂട്ടായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട്. ഞാൻ പറയാനൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ ജസ്റ്റ് പണിയെടുക്കുന്നത് മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി കാണാനുള്ള ആ ഒരു കൊതി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. എല്ലാം കൂടെ അങ്ങനെ മെസ്സി ആയിട്ട് കാണുമ്പോൾ നമുക്ക് ആകെ മൊത്തത്തിൽ സ്ട്രെസ്സ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് കണ്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ നല്ല 8ൻ്റെ പണിയും കിട്ടി. 2-3 ദിവസം പിന്നെ ശരീരം മൊത്തം ബോഡി പെയിൻ ആയിരുന്നു. മസിൽസൊക്കെ ആകെ പെയിനായിട്ട് ആകെ ചടച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കുട്ടികളെ നമുക്ക് ധൈര്യത്തിൽ പുറത്തേക്ക് കളിക്കാൻ വിടാം. അവർക്ക് മണ്ണിൽ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പൊന്നും കാലിൽ കൊള്ളൂല എന്നുള്ളൊരു സമാധാനത്തോടെ ഇനി വിടാമല്ലോ. പിന്നെ ചെടികൾക്കൊന്നും വെള്ളം നനയ്ക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാ വേസ്റ്റുകളും ഇപ്പുറത്ത്. പിന്നെ കമ്പികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പൊളിച്ചതിൻ്റെ. അത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചു. അത് കുട്ടികളെടുക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ അത് കാണിക്കാതിരുന്ന്. ചുച്ചുക്കുട്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാവം. പക്ഷേ ചുച്ചുക്കുട്ടി പണിയെടുക്കുന്നൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. ചുച്ചുക്കുട്ടി പറയായിരുന്നു വൃത്തിയായത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ പിറ്റേ ദിവസത്തെ ആണെന്ന് തോന്നുന്നു വന്ന് നോക്കിയപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് മുട്ട വിരിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതിങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് അത്ഭുതമാണല്ലേ, ഒന്നുമില്ലാതൊരു മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ദിവസം ആ ചൂട് തട്ടി ഓരോ അവയവങ്ങളും ഫോം ചെയ്ത് ഒക്കെ വരുന്നത്. പിന്നെ ഇത് 2ാമത്തെ മുട്ട പകുതി ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ട വിരിഞ്ഞ് വരുന്നത് കാണുന്നതാണ്. അപ്പം ഞാൻ ഫോണും കൊണ്ട് ഇങ്ങനെ ഓടി വരികയായിരുന്നു കേട്ടോ അത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നും, പക്ഷെ ഞാൻ വിട്ടില്ല, തൊടാൻ വിട്ടില്ല കുട്ടികളെ. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ, അങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ ഒരെണ്ണം വിരിയും, ഒരെണ്ണം വൈകുന്നേരം വിരിയും. അങ്ങനെ നമ്മുടെ 10 കോഴികൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ കോഴിക്കുഞ്ഞാണ് കേട്ടോ. ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞ് മാത്രം ഞാനിപ്പോൾ പോയി നോക്കുമ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ ആ ഒരു വെള്ളം വെക്കുന്ന ഒരു ചോപ്പ് ട്രേയില്ലേ അതിൽ ചത്തെടുക്കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എങ്ങനെ ചാടും എന്ന് കുറേ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നി കുട്ടികൾ ആരെങ്കിലും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ ഇച്ചുബേബിന് പോയി ചോദിച്ചപ്പോഴാണ് ആ കള്ളത്തരം മനസ്സിലായത്. കുട്ടി വെള്ളം കൊടുത്തതായിരുന്നു ഗൈസ്. ബാക്കി 9 എണ്ണം ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു ഏരിയയും കൂടെ അതിൻ്റെ പിറ്റേ ദിവസം വൃത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഓം ഫ്രെയിം കുട്ടിച്ചാത്ത എന്ന് പറയുന്ന പോലെ പറഞ്ഞ ഉടനെ ഇവിടെയൊക്കെ അങ്ങോട്ട് ക്ലീനായി കിട്ടി ഗൈസ്. മാജിക് ഒന്നല്ല, കുറേ നേരത്തെ പണിപ്പെടലുകൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ വരാന്ത കൂടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും പണിക്കാരും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്തിരുന്ന അവരുടെ പണി സാധനങ്ങൾ മാറ്റാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റി. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പടച്ചോൻ എൻ്റെ നേർച്ചയും വഴിപാടുകൾക്കും ഉത്തരമായിട്ട് പണിക്കാരെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നോമ്പിന് മുമ്പ് ഈ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് നീറ്റായിട്ട് കിട്ടണം, അപ്പോൾ സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പണിക്കാർ വന്നു, പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഈ ഷെൽഫൊന്ന് റെഡിയാക്കി തരണം എന്ന്. കാരണം എല്ലാം വലിച്ച് വാരി ടേബിളിൽ ഇട്ട് വെച്ചിട്ട് 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണി നടന്നില്ല.
ഞാൻ അടുത്ത നമ്മുടെ ഷെൽഫിനെ റെഡിയാക്കി തരണം പറഞ്ഞു. പിന്നെ എൻ്റെ പഴയ വീട്ടിൽ എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം നമ്മുടെ കിച്ചണിൻ്റെ ഈ അപ്പർ പോർഷനും താഴത്തെ ലോവർ പോർഷനിലും പെയിൻ്റ് അടിക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നു. അത് പ്യുവർ വൈറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ വിളിച്ചു, നാത്തൂൻ വിളിച്ചു. അവരിങ്ങനെ കോയമ്പത്തൂർ പോവാണ്, അവരിടയ്ക്ക് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനില്ല, നിങ്ങൾ പോയിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇല്ല, പറ്റൂല, എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളെ വിളിച്ചപ്പോൾ. അങ്ങനെ ഞാനും റേനക്കുട്ടി ഒഴികെ ബാക്കി 4 മക്കളും ഞങ്ങളും ഇറങ്ങി. കാരണം റേനക്കുട്ടിക്ക് ഫെയർവെൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റൂ. ഫെയർവെല്ലാണോ എക്സാമാണെന്ന് തോന്നുന്നു, വരാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കോയമ്പത്തൂർ ഒരു ഹോട്ടലിൽ, എന്താണ് അതിൻ്റെ പേര്, എന്തോ ഇത്ര പേർക്ക്, അതായത് എങ്ങനെ പറയുക, ബാർബിക്യൂ നേഷൻ, അവിടെയായിരുന്നു. മൊത്തത്തിലിങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരും, നമുക്കിഷ്ടമുള്ള അത്രയും വാങ്ങി കഴിക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിച്ചു. പിന്നെ അവിടുത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണവരുടെ കൂടെ ആരെങ്കിലും ബർത്ത്ഡേ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കുട്ടി കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്തിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ. ഇത് പോയ ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ്. നമ്മുടെ ഹയാൻകുട്ടൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 11-ാം തീയതിയാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ആങ്ങളുടെ കുട്ടി അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സർപ്രൈസായിട്ട് അതിനെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഹയാനെ വിളിച്ചു കഴിഞ്ഞാൽ ഹയന ഇങ്ങോട്ടും വരുന്നില്ല എന്നാണ് പറയുക. അവനിങ്ങനെ വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പറ്റൂല, നീ വന്നേ മതിയാവുള്ളൂ പറഞ്ഞിട്ട് പിന്നെ അവനെ നമ്മൾ വിളിച്ചിട്ട് പോവായിരുന്നു. അവിടുത്തെ ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്ന് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് തന്നെ മടുക്കും, കഴിക്കാൻ പറ്റൂല. ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സർപ്രൈസ് പൊട്ടിക്കാത്തൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേ ജയ അങ്ങനെ ഹയാനണ്ണാക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് വരികയാണ്. കേക്ക് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവന് ശരിക്കും ഭയങ്കര സന്തോഷമായി, പക്ഷേ അവനങ്ങനെ കാണിക്കില്ല, ഇതൊക്കെ എന്തിനാ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയും. റേനക്കുട്ടി ഇല്ലാത്ത ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം റേനക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയാം ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. ആൾക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്, പുറത്തേക്കൊക്കെ പോകുന്നത്, വെറൈറ്റി ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. പക്ഷെ എക്സാം ആയതുകൊണ്ട് പിന്നെ അവൾക്ക് വരാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഹയാന് ബർത്ത്ഡേ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. കുടുംബം നോക്കേണ്ടവനാണ്, 15ാമത്തെ വയസ്സാണ്, ചെറിയ കുട്ടിയല്ല, ഈ പ്രായത്തിൽ ഞങ്ങളൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് ഫാമിലി നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഹയാൻ എപ്പോഴും ഒരു ചെറിയ കുട്ടികളെ പോലെയാണ് കേട്ടോ മിക്ക സമയത്തും ബിഹേവ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ അവന് ഇങ്ങനെ ചെയ്തു കൊടുക്കണം, കെയറിങ് നല്ലോണം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതേ ഞാൻ ക്യാമറ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ക്യാമറ അവിടെയുള്ള ഒരു പയ്യൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്തു. പക്ഷെ അവർ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതും ഷൂട്ട് ചെയ്തില്ല ഗൈസ്, അതോടെ നിർത്തി. അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണാമായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയാം ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരുപാട് കുട്ടികളുടെ ബർത്ത്ഡേ ഓരോ മാസവും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഒന്നും തന്നെ ആരോടും പറഞ്ഞിട്ടുമില്ല, ആഘോഷിച്ചിട്ടുമില്ല, അറിയിച്ചിട്ടുമില്ല. ജസ്റ്റ് നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞാൽ അവർക്ക് വല്ല കേക്കൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ അന്നത്തെ ദിവസം തന്നെ ഇതായിട്ട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ മക്കളൊക്കെ നന്നായിട്ട് കേക്ക് വാരി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല സുഖമില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാൻ അതൊന്നും അധികം കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഹോട്ടലിൽ നിർത്തിയിട്ട് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പോത്തുംകാല് സൂപ്പ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഇതിലവരെന്തോ ഒരു തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഉള്ളിൽ വഴിയിൽ നിന്ന് വരുന്നൊരു കടയിൽ നിന്നായിരുന്നു കേട്ടോ. ഈ കൊഴുപ്പ് ഉരുക്കി ഒഴിച്ച പോലെ ഉണ്ടായിരുന്നു ഈ സാധനം. കാരണം കുറച്ച് നേരം കഴിഞ്ഞതും അങ്ങനെ കട്ടിയായി. മജ്ജ സാധാരണ അങ്ങനെ കട്ടി ആവാറില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ അവർ പറ്റിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട്.
പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതും. അങ്ങനെ അവിടെ നിന്ന് അതേപോലെ ആങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം നല്ല എന്താ പറയുക ഈ ഫുഡൊക്കെ എവിടെയാണോ വെറൈറ്റി കിട്ടുന്നത് അങ്ങനെ തേടി നടന്ന് പോയിട്ട് കഴിക്കുന്ന, അതേപോലെ മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ രണ്ടാമത്തെ ആങ്ങള. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിർത്തിയിട്ട് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിത്തരും. പക്ഷേ കംപ്ലീറ്റ് ആക്കണം, വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരും. അങ്ങനെ ബാക്കിയുള്ളത് ഞങ്ങൾ പാക്ക് ചെയ്ത് റനക്കുട്ടിക്ക് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെയാണിത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കിച്ചൻ്റെ ആ ഒരു എനിക്ക് വൈറ്റ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഓഫ് വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, കാരണം നമ്മുടെ മറ്റേ കിച്ചൺ വൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള നൈറ്റാണ് കേട്ടോ അത്. ഹാപ്പി ആക്കുന്ന ഒരു വീഡിയോ എടുക്കുകയായിരുന്നു ഞങ്ങൾ, കുറേ ദിവസമായിട്ട് ഇല്ലാത്തത് അല്ലേ. എന്തായിരുന്നു ചുച്ചു വീഡിയോ? എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു വീഡിയോ ഒരു ഇങ്ങനത്തെ ബാൻഡിന്റെ അങ്ങനെയൊക്കെ കുറെ പുതിയതെണ്ണം വരും. ഇങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷെ ഇത് ഇങ്ങനത്തെ കുറെ എണ്ണുണ്ട്, ഒന്ന് അങ്ങനെ കുറെ എണ്ണുണ്ട്. വേണമെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഒരു പ്രൊമോഷൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഹെയർ ആക്സസറീസ് ഒക്കെ അവരയച്ചു തരും. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി മെൻഷൻ ചെയ്യും. നല്ല അടിപൊളി സാധനങ്ങൾ ഞാൻ പറയാറുള്ളൂ കേട്ടോ. അബദ്ധത്തിൽ മാത്രമേ നമുക്ക് പൊട്ട സാധനങ്ങൾ വരാറുള്ളൂ. അതാണെങ്കിൽ എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തീരെ വയ്യായിരുന്നു, പക്ഷെ എങ്കിലും വീഡിയോ ചെയ്തല്ലേ മതിയാവുള്ളൂ. കമന്റിൽ ഹാർട്ട് ഇട്ടാൽ മതി. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ചിച്ചുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹാർട്ട് ഇടൂ ഗൈസ്. ഇതിപ്പോൾ ഇടാൻ പറ്റില്ല, നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ ആ സമയത്ത് ഞാൻ തെണ്ടി നടക്കും. അല്ലെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വന്നതിൻ്റെ. അത് ഷൂട്ടൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് വേറൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ഞാനും റനക്കുട്ടിയും കൂടെ പോവാണ്. ഞാൻ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് ബൈക്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും റനക്കുട്ടിയും കൂടെ ഓട്ടോയിൽ പോയി. ഇവിടെ പാലക്കാട് വനോറൻ്റെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് നമുക്കും ക്ഷണം ഉണ്ടായിരുന്നു, ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. ആ പരിപാടീൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. അങ്ങനെ അവിടെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരും ഒന്നും അങ്ങനെ അറിയില്ലായിരുന്നു. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റനീഷ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആളോടൊക്കെ സംസാരിച്ചു. ആളുടെ കുഞ്ഞുമ്മ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.